സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെയും ലക്ഷ്യൂർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ HPB ആൻഡ് GI ക്യാൻസർ സർജൻമാരുടെ ആഗോള ഉച്ചകോടി മെയ് 9-10 തീയതികളിൽ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന ദ്വിദിന ഉച്ചകോടിയിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖ ക്യാൻസർ ശസ്ത്രക്രിയാ വിദഗ്ധർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 100 കൺട്രികളിൽ സാന്നിധ്യമുള്ള 51 കൺട്രികളിൽ ചാപ്റ്റേഴ്സ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ്. അത് ഈ ലാഭേച്ഛയില്ലാതെ, അതായത് ചാരിറ്റി ഓർഗനൈസേഷനാണ്. ലാഭേച്ഛയില്ലാതെ എഡ്യൂക്കേഷൻ, കൂടുതൽ സർജിക്കൽ എഡ്യൂക്കേഷനാണ് നടത്തുന്നത്. അത് നമ്മൾ ഓൺലൈൻ വെബിനാർസ്, കോൺഫറൻസസ് ഒക്കെ ഇങ്ങനെ പല രാജ്യങ്ങളിലോട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം സംപ്രേഷണം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 75-100 കൺട്രികളിൽ നിന്നും സർജന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺസൈറ്റ് പ്രോഗ്രാം കോവളത്ത് വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം മെയ് 10-11 തീയതികളിൽ. ഈ വർഷം അത് കൊച്ചിയിൽ വെച്ചാണ്. ഒരു HPB ആൻഡ് GI, HPB എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ബിലിയറി സർജൻസ് ആൻഡ് ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിനൽ സർജൻസിൻ്റെ ക്യാൻസേഴ്സ് കൈകാര്യം ചെയ്യുന്ന സർജന്മാരുടെ ഒരു ഉച്ചകോടിയാണ് കഴിഞ്ഞ വർഷം സംഘടിപ്പിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യം സംഘടിപ്പിച്ചപ്പോൾ അത് ഇന്ത്യ പാക് വാർ ത്രെട്ട് ആയതുകൊണ്ട് ഒരു സെയിം ഡേ ആയിരുന്നു. വാർ ഡിക്ലെയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അത്. എന്നിട്ട് കൂടി 400-ലധികം ഡെലിഗേറ്റ്സ് പങ്കെടുക്കുകയും ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് പലയിടത്തുനിന്നും വരാനായിട്ട് ഗൾഫ് കൺട്രികളിലൊക്കെ കുടുങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വാർ ത്രെട്ട് ഉണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ഡെലിഗേഷനെ ബാധിക്കത്തില്ല എന്ന് തോന്നുന്നു. പല കൺട്രികളിൽ നിന്നും, പ്രത്യേകിച്ചും ക്ലീവ്ലാൻഡ് ക്ലിനിക്ക്, USA, ടോക്കിയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ജപ്പാൻ, അവിടെ നിന്നൊക്കെ വിദഗ്ധരായിട്ടുള്ള അതിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാർ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സംരംഭം, ഈ ഉച്ചകോടി നടക്കുന്നത്. മെയ് 9-10, അടുത്ത മാസം മെയ് 9-10 ദിവസങ്ങളാണ്. ഏകദേശം 600ഓളം ഡെലിഗേഷൻസ് ഉണ്ടാകും. 110ഓളം പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെടുക. 110. അപ്പോൾ അതിനകത്ത് ടീച്ചിങ് ക്ലാസ്സസ് ഉണ്ടാകും, ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാകും, സർജൻസിൻ്റെ നോളജ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു ബൃഹത്തായിട്ടുള്ളൊരു ഉച്ചകോടിയാണ്, ആഗോള ഉച്ചകോടിയാണ് സംഘടിക്കപ്പെടുന്നത്. അപ്പോൾ അത് വിജയകരമായി നടത്തിത്തരാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലക്ഷ്യൂർ ഹോസ്പിറ്റലാണ്. അപ്പോൾ ലക്ഷ്യൂർ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ഇപ്പം എന്നോടൊപ്പം വരേണ്ടതായിരുന്നു. പക്ഷേ പുള്ളി അവിടെ ഇൻസ്പെക്ഷൻ കാരണം കുടുങ്ങിപ്പോയതാണ്. ഇന്ത്യയിൽ കൂടി വരികയാണ് വളരെ ഇതായിട്ട്. ആഫ്രിക്കൻ കൺട്രീസിലും കൂടുതലാണ്. നമ്മൾ കൂടുതൽ സാന്നിധ്യം ആഫ്രിക്കൻ കൺട്രീസിലാണ്. അവിടെ പോയി ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അവിടെ നമ്മൾ ഡെലിഗേഷനെ വിടാറുണ്ട് ക്ലാസ് എടുക്കാനും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് കീഹോൾ സർജറിയിലുള്ള വൈദഗ്ധ്യം, പ്രത്യേകിച്ച് ക്യാൻസർ സർജറിയിൽ കീഹോൾ സർജറിയുടെ ഇത് പ്രയോജനം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. കീഹോൾ സർജറി കേവലം സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആശുപത്രി വാസം കുറവായിരിക്കും. അതിനപ്പുറത്തേക്ക് കീഹോൾ സർജറിയുടെ പ്രയോജനം, ക്യാൻസർ സർജറി എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ ക്യാൻസർ സർജറി വയറ് തുറന്നുള്ള ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ, കൺവെൻഷണൽ സർജറി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസങ്ങൾ റെസ്റ്റ് എടുത്തിട്ടായിരിക്കും അടുത്ത ഘട്ടത്തിലോട്ട്, കീമോതെറാപ്പി ആവട്ടെ, റേഡിയോതെറാപ്പി ആവട്ടെ, അടുത്ത ഘട്ടത്തിലോട്ട് പോവുക. ഈ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നെക്സ്റ്റ് ഘട്ടത്തിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 3 മാസത്തിനുള്ളിൽ പടരാനിരിക്കുന്ന ഈ അർബുദ കോശങ്ങൾ പടരത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് കീഹോൾ സർജറിയിൽ, അർബുദത്തിൻ്റെ സർജറിയിൽ പ്രയോജനമായിട്ട് കാണുന്നത്. അതായത് നമ്മൾ മാഗ്നിഫിക്കേഷനാണ്. നമ്മൾ സിനിമ കാണുന്നത് പോലെ, ഒരു കണ്ണ് വലുതായി കാണുന്നത് പോലെ ഈ ചെറിയ കോശങ്ങളെ പോലും മാഗ്നിഫൈ ചെയ്ത് ക്യാമറ കണ്ണുകൊണ്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ കീഹോൾ സർജറി പ്രത്യേകത. കൂടുതലാണ്. നമ്മൾ നഗ്നനേത്രം കൊണ്ട് കാണുന്നതിനെക്കാട്ടിയും 100 times മാഗ്നിഫൈഡ് ആണ് നമ്മൾ ക്യാമറ കൊണ്ട് കാണുന്നത്. കോസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ബില്ലായിട്ട് പേ ചെയ്യുന്ന ഒരു പക്ഷേ കൂടുതലായിരിക്കാം. അതിനകത്ത് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ് വന്നു നിൽക്കേണ്ട പീരീഡ്, അവർക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ്, അവരുടെ യാത്രാ ചെലവ്, ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഇത് കുറവായിരിക്കും. പക്ഷേ ബില്ലടയ്ക്കേണ്ടത് ഒരു പക്ഷേ കൂടുതലായിരിക്കാം.